എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പോൾ വൈകുന്നേരമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഹസ്ബൻഡിനെയും കാത്ത് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പോകും വഴി അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലശ്ശേരിയിലേക്കൊന്ന് പോകണമായിരുന്നു ഫ്രണ്ടിൻ്റെ കൂടെ. അവൾക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സ്പെക്ട്രത്തിൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊക്കെ സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങി. അപ്പോൾ അവൾ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തലശ്ശേരി എത്തിയിട്ടുണ്ട്. ബസ്സിൽ വരുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഈ തുള്ളിച്ചാടി വരുന്ന ആളാണ് അവൾ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് മാറി നിന്നതാണ്. അപ്പോൾ തലശ്ശേരിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഫുട്പാത്തിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലാണ് സ്പെക്ട്രം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. അവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ എത്തി. ഇനി അവിടെ നിന്ന് നേരെ നടന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് ചെറിയ മോനൊക്കെ ഉള്ളതാണ്. അപ്പോൾ വേഗം തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ സ്പെക്ട്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ വന്നത് വെറുതെ ആയെന്ന് അറിഞ്ഞത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് അവിടെ ഇല്ല, കണ്ണൂരാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു വരവ് കൂടി എന്തായാലും വരേണ്ടി വരും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി MRIയിലേക്ക് പോയി. അവിടെ നിന്നൊരു ജ്യൂസൊക്കെ കുടിച്ചിരിക്കാമെന്ന് കരുതി അങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ഞാനൊരു ഷേക്കും അവളൊരു ഫലൂഡയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ സാധനം വന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെന്താ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല മാംഗോ ഷേക്ക്. വളരെ ബോറായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള ബസ് പിടിക്കണം. ഞാൻ ബസ്സിലേക്ക് കയറി. അവളുടെ ബസ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ബസ്സിലേക്ക് കയറി. ബസ് എടുത്തിട്ടില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് എടുത്തു. അങ്ങനെ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പാട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ നമ്മുടെ NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ്, അതിൻ്റെ പരസ്യമായിക്കോട്ടെ, അവിടെയാണ് എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത്. അവളെ ഫ്രണ്ട് തന്നെ ഉണ്ടാവും. അത് സൂം ചെയ്ത് എടുക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.